Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 മലയാളത്തിലെ കിരാതവൃത്തം എന്ന ലെസൺ ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. 7012787895. അപ്പം നമുക്ക് ആശയം നോക്കാം. കിരാതവൃത്തം കടമ്മനിട്ട രാമകൃഷ്ണൻ. കടമ്മനിട്ട രാമകൃഷ്ണൻ എഴുതിയ കവിതയാണ് കിരാതവൃത്തം എന്നുള്ളത്. നമ്മൾ ഭൂമിനെ ഒരുപാട് മോശമായ തരത്തിൽ നശിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അതിനൊക്കെ എതിരെയായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളുടെ കാട്ടാളൻ്റെ ഓരോ വാക്കുകളിലൂടെ ഈ ഒരു കവിതയിൽ പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പാഠസംഗ്രഹം നോക്കാം. തൻ്റെ ആവാസ വ്യവസ്ഥ തകർത്തവരോടുള്ള കാട്ടാളൻ്റെ പ്രതിരോധത്തെ തീവ്രമായി അവതരിപ്പിച്ചിരിക്കുന്ന കവിതയാണ് കടമ്മനിട്ട രാമകൃഷ്ണന്റെ കിരാതവൃത്തം. കാടിൻ്റെ പ്രകൃതിയുടെ മകനാണ് കാട്ടാളൻ. അപ്പം ഈ ഒരു കവിതയിൽ കാടിൻ്റെയും പ്രകൃതിയുടെയും പ്രിയപുത്രനാണ് നമ്മളുടെ കാട്ടാളൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഭൂമിയിൽ നമുക്ക് മാത്രം ജീവിച്ചാൽ പോരാ, ഒരുപാട് ജീവജാലങ്ങളുണ്ട് അല്ലേ. അവരുടെയൊക്കെ ജീവസ്ഥലമാണ് നമ്മൾ നശിപ്പിക്കുന്നത്. നമ്മൾ കാട് വെട്ടിത്തെളിക്കുന്നുണ്ട്, പുഴയോരങ്ങളിൽ നിന്ന് മണലെടുക്കുന്നുണ്ട്. അപ്പം അവരെ വല്ലാതെ മോശമായ രീതിയിൽ നമ്മൾ ഉപദ്രവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം അതിനൊക്കെ എതിരെയായിട്ട് സംസാരിക്കുന്ന, പ്രതിരോധിക്കുന്ന വ്യക്തിയാണ് നമ്മളുടെ ഈ ഒരു കവിതയിലെ കാട്ടാളൻ. അവന്റെ കോപവും പ്രതിരോധവും ഗോത്ര സൗന്ദര്യ സങ്കല്പത്തോട് ചേർന്ന് നിൽക്കുന്ന ദൃശ്യബിംബങ്ങളിൽ കവി സന്നിവേശിപ്പിച്ചിരിക്കുന്നു. അപ്പൊ കാട്ടാളന്റെ കോപവും പ്രതിരോധവും ഒക്കെ ഗോത്ര സൗന്ദര്യത്തോട് സങ്കല്പിച്ചാണ് നമ്മളുടെ കവി ഈ കവിതയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദ്രാവിഡ തനിമയുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത്. കവി ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ അത്രയും നല്ല ഭാഷയാണ് എന്നാണ് പറയുന്നത്. പടയണി പോലെയുള്ള ദൃശ്യകലാരൂപങ്ങളുടെ വായ്ത്താരിയിൽ നിന്നും ജനിച്ച താളക്രമങ്ങളിലേക്ക് കവിത സംക്രമിക്കുന്നു. മലയും കാടും കവിതയുടെ പ്രകൃതി ഇടങ്ങളാവുകയും അവയുടെ നഷ്ടം കവിതയുടെ ഭാവപരിസരങ്ങളാവുകയും ചെയ്യുന്നു. അതായത് പടയണി എന്ന ദൃശ്യകലാരൂപത്തിൻ്റെ വായ്ത്താരിയിൽ അല്ലെങ്കിൽ ആ ഒരു താളത്തിലാണ് നമ്മളുടെ കവി ഈ ഒരു കവിത അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മല, കാട് എന്നിവയൊക്കെ നമ്മുടെ പ്രകൃതിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ആ ഒരു പ്രകൃതിക്ക് എന്തെങ്കിലും നഷ്ടം വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കവിതയുടെ തന്നെ ഭാവപരിസരങ്ങളാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നോമ്പ് നോറ്റിക്കിടന്ന ഈറ്റപ്പുലിയിലാണ് കവിത ആരംഭിക്കുന്നത്. വാത്സല്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും വന്യമായ മാതൃബിംബമാണത്. കുഞ്ഞിൻ്റെ സംരക്ഷണ ബാധ്യതയുള്ള അമ്മയുടെ രൗദ്രഭാവമാണ് പുലിയുടേത്. അതായത് ഈ ഒരു കവിത തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് അല്ലേ, നോമ്പ് നോറ്റുകിടക്കും കരിമ്പുലി പോലെ എന്നുള്ളത്. അതായത് കുഞ്ഞിനെ പ്രസവിച്ച തൻ്റെ പുലി കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചയിലൂടെ തന്നെ നമുക്ക് വ്യക്തമാണ് പ്യുവർ ആയിട്ടുള്ള, അതായത് അത്രയും മൃദുവായ അമ്മയുടെ സ്നേഹമാണ് ഇവിടെ കാണിക്കുന്നത്. അത് മാത്രമല്ല, തൻ്റെ കുഞ്ഞിനോടുള്ള കരുതൽ കൂടെ ഈ ഒരു കവിതയിൽ പ്രതിഫലിക്കുന്നുണ്ട്. നശിപ്പിക്കപ്പെട്ട ആവാസ വ്യവസ്ഥയിൽ നെഞ്ചുനീറി നിൽക്കുന്ന കാട്ടാളൻ്റെ ഉള്ളിലെ അടങ്ങാത്ത പകയെ കണ്ണിൻ്റെ ഈറ്റപ്പുലിയായും വളഞ്ഞ പുരികത്തിൻ്റെ കരിമൂർക്കനായും കവി കൽപ്പിക്കുന്നു. നമ്മളുടെ കാട്ടാളൻ്റെ ജീവിത മാർഗം അല്ലേ, ഉപജീവന മാർഗം തന്നെ നഷ്ടപ്പെട്ട് നെഞ്ചു നീറി നിൽക്കുന്ന ആ ഒരു സമയത്ത് കാട്ടാളൻ്റെ പകനെയാണ് എന്തായിട്ട് കാണിക്കുന്നത്, ഈറ്റപ്പുലിയായും വളഞ്ഞ പുരികത്തിൻ്റെ കരിമൂർക്കനായൊക്കെ കവി കൽപ്പിക്കുന്നു. സർപ്പരോക്ഷത്തോടെയുള്ള പ്രതികാരദംശത്തിന് വെമ്പുന്നവനാണ് നെഞ്ചത്ത് പ്രതികാരത്തിൻ്റെ പന്തം കുത്തി നിൽക്കുന്ന കാട്ടാളൻ. പടയണിക്കോലമായ ഭൈരവിയുടെ ആത്മാംശമാണ് ഇതിലുള്ളത്. അതായത് നമ്മുടെ കാട്ടാളൻ അത്രയും ദേഷ്യം അല്ലെങ്കിൽ പകയൊക്കെ വെച്ച് നിന്നിട്ട് അവർ പന്തം കുത്തിയില്ലേ നെഞ്ചത്ത് തന്നെ, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ആളെന്ത് ചെയ്യണം, ഒരു പന്തം കൊളുത്തി ഇങ്ങനെ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പടയണിക്കോലമായ ഭൈരവിയുടെ ആത്മാംശമാണ് ഈ ഒരു ഭാഗത്തുള്ളത്. തനി നാടൻ പ്രയോഗങ്ങളുടെ വീറുള്ള നടഞ്ഞ മുദ്രകളോടെയാണ് കാട്ടാളൻ പ്രവേശിക്കുന്നത്. കാട്ടാളൻ്റെ പ്രവേശനം അല്ലെങ്കിൽ കാട്ടാളൻ്റെ വരവ് കവിതയിൽ അത്രയും തനി നാടൻ ഭാഷയിലാണ് കവി കാണിച്ചിരിക്കുന്നത്. പ്രകൃതിയിൽ മനുഷ്യജീവിതം ആരോപിച്ചുകൊണ്ട് കവിത പിന്നീട് ചൂട് താളത്തിലേക്ക് സംക്രമിക്കുന്നു. ആദ്യം നമ്മുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, പിന്നീട് മനുഷ്യ ജീവിതത്തിനെ വളരെ മോശമായ, അല്ലെങ്കിൽ മനുഷ്യന്മാർ എന്തൊക്കെ പ്രവൃത്തികളാണോ മോശമായിട്ട് ചെയ്തത് അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചൂട് താളത്തിലേക്കാണ് പിന്നീട് കവിതയുടെ പോക്ക്. ജഡമായി പോകുന്ന മലയും ആകാശവും കണ്ട് കാട്ടാളൻ നടുങ്ങുന്നു. അവസാനം കാട്ടാളൻ മലേനെയും അതുപോലെ ആകാശത്തിനെയൊക്കെ കണ്ടിട്ട് സ്വയം നടുങ്ങുന്നു, സ്വയം വേദനിക്കുന്നു എന്നാണ് പറയുന്നത്.
മലമരത്തടക്കമുള്ള മാതാവും ആകാശവിസ്തൃതിയിലുള്ള പിതാവുമാണ് ചുറ്റുപാടായത്. ഭൂമിയുടെ മുലകളാണ് മലകൾ. വംശപരമ്പരയുടെ വേരായ അവ പാതി മുറിഞ്ഞുപോയിരിക്കുന്നു. മുലമുറിഞ്ഞ വേദനയുള്ള പ്രകൃതിയുടെ കനൽവിളിൽ ചാട്ടുളിയായി കാട്ടാളൻ്റെ നെഞ്ചിൽ തറയ്ക്കുന്നു. നമ്മളുടെ മലകളൊക്കെ പകുതി മുറിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. ആകാശമാകെ മലിന്യമാണ്. അപ്പം ഇതൊക്കെ കണ്ടിട്ട് കാട്ടാളൻ സ്വയം വിഷമിച്ചിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനെയാണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലോകമാസകലം ഉലയ്ക്കുന്ന ഒരു അലർച്ചയായി കാട്ടാളൻ മാറുന്നത് ഇവിടെയാണ്. ഇതെല്ലാം കണ്ടിട്ട് കാട്ടാളൻ വളരെ ഒച്ചത്തിൽ അല്ലെങ്കിൽ വളരെ ശബ്ദം കൂടിയ ഒരു അലർച്ചയിൽ കാട്ടാളൻ നിലവിളിക്കുന്നു എന്നാണ് പറയുന്നത്. കടലിനു മേൽ അലറുകയും കടലിൻ്റെ വേര് പറിച്ചെടുക്കാൻ കുതറുകയും ചെയ്യുന്നു. ദേഷ്യത്തിൽ അവിടെ കടലിനെ തന്നെ മൊത്തത്തിൽ ഉലയ്ക്കുന്ന മട്ടിലാണ് കാട്ടാളൻ്റെ അലർച്ച എന്നാണ് പറയുന്നത്. നഷ്ടപ്പെട്ട ജൈവ സന്തുലിതം സംഹാരാത്മകമായി തിരിച്ചു പിടിക്കുന്ന കാട്ടാളനെയാണ് ഇവിടെ കാണുന്നത്. അതായത് ഇതെല്ലാം കണ്ട് നടുങ്ങി നിൽക്കുമ്പോൾ പോലും ഇതെങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചെടുക്കണമെന്നൊരു വാശി കൂടെ കാട്ടാളന് ഉണ്ടാവുന്നു. ആദിദ്രാവിഡ സംസ്കാര സൂചകമായ കന്മഴ കൊണ്ട് വേട്ടക്കാരുടെ കൈകൾ വെട്ടാനും മല കയറി മാനഭംഗപ്പെടുത്തിയവരെ സംഹരിക്കാനുമുള്ള ആഹ്വാനത്തിലേക്ക് കവിത എത്തിച്ചേരുന്നു. കവിത ലാസ്റ്റ് എന്താ പറയുന്നത്? നമ്മൾ മല പോലും കയറിയിട്ട് അല്ലേ, മനുഷ്യന്മാർ ഇവിടെ മാത്രമല്ല പകരം മല പോലും കയറിയിട്ട് അവിടെയുള്ള മരങ്ങളും ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയൊക്കെ തകർത്തിട്ടുണ്ട്. അപ്പം അവരോട് എങ്ങനെയെങ്കിലും പകരം വീട്ടണമെന്ന് നമ്മളുടെ കാട്ടാളൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. കാട്ടാള ദുഃഖം ലോഷമാവുകയും മനുഷ്യവംശത്തിലേക്ക് പടരുകയും ചെയ്യുന്നു. കുലം മുടിച്ചവരുടെ കുടൽമാലകൾ കൊണ്ട് നിറമാലയൊരുക്കുന്നു. അപ്പോൾ കാട്ടാളൻ സ്വയം വിചാരിക്കുകയാണല്ലേ, തൻ്റെ കുലം, തൻ്റെ വീട് തന്നെ നശിപ്പിച്ച ആൾക്കാരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവരുടെ കുടൽ കൊണ്ട് മാലയുണ്ടാക്കും എന്നാണ് കാട്ടാളൻ വിചാരിക്കുന്നത്. കവിതയുടെ അന്ത്യത്തിൽ ഈറഞ്ഞണിഞ്ഞ ഈറ്റപ്പുലിയുടെ കണ്ണുകൾ അതീഷ്ണമാകുന്നു. രൗദ്രം പ്രകടമാകുന്നു. നട്ടെല്ല് നിവർത്തി എഴുന്നേറ്റ് നിന്ന് കാട്ടാളൻ കർമ്മോത്സുകനാകുന്നു. അതായത് കാട്ടാളൻ ഇതൊക്കെ കണ്ട് അലറി കരയുന്ന ഒരു സമയമായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് കാട്ടാളൻ എഴുന്നേറ്റ് നിൽക്കുകയാണ് അല്ലേ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന മട്ടിൽ കാട്ടാളൻ എഴുന്നേൽച്ച് നിൽക്കുന്നു. ചരിത്രത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും സ്വാംശീകരിച്ച ഊർജം ഉൾക്കൊണ്ട് മഴയിലേക്കും വേരുകളിലേക്കും സൂര്യകിരണത്തിലേക്കും കാട്ടാളൻ തിരിച്ചെത്തുന്നു. അവസാനം എല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ കാട്ടാളൻ മഴയിലേക്കും വേരുകളിലേക്കും സൂര്യകിരണത്തിലേക്കും തിരിച്ചെത്തുന്നു എന്നാണ് പറയുന്നത്. ഊർവ്വവരതിയുടെ വസന്തകാലം തെളിയുന്നു. ബാഹ്യശക്തികളുടെ ആക്രമണ ഭീഷണിക്ക് മുൻപിൽ കാലിടറാതെ സ്വന്തം സമൂഹത്തിൻ്റെ രക്ഷയ്ക്കായി സർവശക്തിയും ഉപയോഗിച്ച് നേരിടാൻ തയ്യാറാകുന്ന ഗോത്രത്തലവനായ കാട്ടാളനായി മാറുന്നു. അവസാനം എല്ലാം കണ്ടുകൊണ്ട് അല്ലേ കാട്ടാളൻ തീരുമാനിക്കുകയാണ്, ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എല്ലാ ഊർജത്തോടു കൂടി പുനർ എഴുന്നേൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളുടെ ഈ ഒരു കവിത അവസാനിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് സമ്മപ്പ് ചെയ്യാം. ഈ ഒരു കവിതയിൽ മെയിനായിട്ട് പറയുന്നത് മനുഷ്യന്മാർ പ്രകൃതിയോട് കാണിച്ച ക്രൂരതകൾക്കെതിരെയുള്ള മറുപടിയാണ് കേട്ടോ. അപ്പം നമ്മൾ എങ്ങനെയൊക്കെയാണ് നശിപ്പിച്ചത് അതിനെയൊക്കെ തിരിച്ച് ചോദിക്കുന്ന തരത്തിലാണ് ഈ ഒരു കവിത കവി അവതരിപ്പിച്ചിരിക്കുന്നത്. കാട്ടാളൻ്റെ രൂപത്തിലാണ് നമ്മൾ മനുഷ്യന്മാരോട് ഓരോ ചോദ്യങ്ങളും കവി ഉന്നയിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേഷൻസും വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം കറക്റ്റ് സമയത്ത് ലഭിക്കാനായി ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.